ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നാളെ കുറച്ച് നേരത്തെ സ്കൂളിലെത്തണം. എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. എന്താ മാഡം? അതൊക്കെ വന്നിട്ട് പറയാം. ഇനി ആശ്രമചിന്ത ഒന്നും വേണ്ട, കേട്ടല്ലോ. ഇവിടെ നിന്ന് അങ്ങോട്ട് എത്താൻ ചവിട്ടി പിടിക്കുകയാണെങ്കിൽ ഒരു 3-3.5 മണിക്കൂർ വേണം. എന്നാലേ നീ ഇങ്ങ് പോരെ. എന്താ ഇത്ര പെട്ടെന്ന്? എടാ, നാളെ ഞാൻ അറിയുന്നൊരു കുട്ടിയുടെ ബർത്ത്ഡേയാ. അപ്പോ അവൾക്കൊരു സമ്മാനം വാങ്ങണം. അവളെ ഒന്ന് കാണണം. നീ കൂടെ ഉണ്ടായാൽ നല്ലതാണെന്ന് എനിക്ക് തോന്നി. മുത്തശ്ശിക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ആരുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി ഞാൻ അവിടം വരെ വരാൻ പോവല്ലേ? നീ വരുന്നില്ലെങ്കിൽ വേണ്ട. അതൊരു പാവം പെങ്കൊച്ച. ജീവിതത്തിൽ അങ്ങനെ വലിയ സന്തോഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പറഞ്ഞൂന്നേ ഉള്ളൂ. അതെ, ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അത് മുത്തശ്ശി ഓഫർ ചെയ്തോ? ഓ, നീ വരുന്നില്ലെങ്കിൽ പിന്നെ സഹായമൊന്നും വേണ്ട. ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞേക്കാം. ആ കൊച്ചിന്റെ പേരെന്താന്ന് അറിയോ നിനക്ക്? അതിന്റെ പേരറിഞ്ഞിട്ട് എനിക്കിപ്പോ എന്തിനാ? എന്നാലും നീ ഒന്ന് അറിയണം. രാധികയെന്നാ പെൺകുട്ടിയുടെ പേര്. അമ്പലത്തില് പൂജയൊക്കെ നടത്തുന്ന ദേവനാരായണൻ തിരുമേനിയുടെ മോള. മുത്തശ്ശി, എന്റെ രാധികയുടെ കാര്യമാണേ പറയുന്നേ? പിന്നെ അല്ലാതെ. അവളുടെ ബർത്ത്ഡേ നാളെയാണെന്ന് ഞാൻ ഇപ്പോഴാടാ അറിയുന്നേ. ഇറ്റ്സ് എ ഗ്രേറ്റ് ന്യൂസ് മുത്തശ്ശി. ഞാൻ എപ്പോ വന്നു ചോദിച്ചാ പോരെ? ഞാൻ ഇറങ്ങാൻ പോവാ. അതെ, അയാൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിച്ച് ഞാൻ അവിടെ എത്തിയിരിക്കും. രാധികയെ കാണാനെന്ന് പറഞ്ഞാലേ നീ തുള്ളിച്ചാടി വരുമെന്ന് എനിക്കറിയാം. പിന്നെ നീ കൊണ്ടുവരുന്ന ഗിഫ്റ്റ് എന്താണെങ്കിലും നീ തന്നെ കൊടുത്തു. ഞാൻ അവൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഗിഫ്റ്റ് അതല്ല. പിന്നെന്താ? നാളെ അവളുടെ ജന്മദിനത്തിൽ തന്നെ നിന്റെ അച്ഛനോട് കാര്യങ്ങളൊക്കെ പറയണം. അവള് നിന്റെ പെണ്ണാണെന്ന് ബോധ്യപ്പെടുത്തി നിങ്ങളെ രണ്ടുപേരെയും ഒന്നിച്ച് ചേർത്ത് വയ്ക്കണം. അതിനെ ഇതിനേക്കാൾ നല്ലൊരു ദിവസമില്ല. താങ്ക് യു മുത്തശ്ശി, താങ്ക് യു. അതെ, മുത്തശ്ശിക്കുള്ള സമ്മാനം ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം കേട്ടോ. ഇപ്പൊ ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ. വേഗം വാടാ. അതുവരെ നിന്റെ വരവ് ഞാനൊരു സർപ്രൈസ് ആക്കി വെച്ചോളാം. എന്നാ ശരി. അപ്പൊ നാളെയാണ് മുത്തശ്ശിയും മോനും കൂടി എന്റെ വിധി കുറിക്കുന്ന ദിവസം. ഇതൊരിക്കലും നടക്കാൻ പാടില്ല. അതിനു മുമ്പ് ഞാൻ അവളെ കൊല്ലും. ഭഗവാനെ, നാളെ എന്റെ പിറന്നാളാ. എന്തിനോ വേണ്ടി പിറന്ന ഒരാളുടെ പിറന്നാള്. അച്ഛൻ എന്നെ കിട്ടിയ ദിവസം ഞാൻ ആഘോഷിക്കുന്നു. അപ്പോഴും ഞാൻ ജനിച്ച ദിവസമാണോന്ന് അറിയില്ല. സ്വന്തം അമ്മയെ അറിയില്ല, അച്ഛനെ അറിയില്ല. എന്തൊരു ജീവിതാ കൃഷ്ണ. എപ്പോഴോ മനസ്സിലൊരാളോട് ഒരു ഇഷ്ടം തോന്നി. അതോ അതിലും വലിയൊരു ദുരന്തത്തിൽ കലാശിച്ചു. സത്യത്തിൽ ഞാൻ എന്താ ചെയ്യണ്ടേ? അങ്ങയോടുള്ള ഭക്തിയോടുകൂടി ഏതെങ്കിലും ഒരു ആശ്രമത്തിലേക്ക് പോയാലോ എന്ന് ആലോചിക്കാം. അങ്ങനെയാകുമ്പോ എന്നെ പതുക്കെ പതുക്കെ എല്ലാരും മറന്നോളും. വരണം, മറക്കും.
ഹലോ മാഡം. ഇതെന്താ കുട്ടി, ശബ്ദത്തിനൊരു സങ്കടം പോലെ? ഏ ഇല്ലല്ലോ. എന്നോടാണോ പറയുന്നേ? കരയായിരുന്നോ? അല്ല, ഞാൻ പൂജാമുറിയിലായിരുന്നു. ഈ നേരത്തെ പൂജാമുറിയിൽ എന്താ? സംസാരിക്കുന്നത് ഭഗവാനോടാകുമ്പോ ഒന്നും മിണ്ടാതെ ഭഗവാൻ കേട്ടോളും. ഞാനൊരു സംശയം ചോദിക്കായിരുന്നു. ആ, എന്നിട്ട് ഭഗവാൻ എന്ത് പറഞ്ഞു? കൃഷ്ണനല്ലേ, നമ്മുടെ ടെൻഷനൊക്കെ കണ്ട പുള്ളിക്കാരനത് ആസ്വദിക്കും. ശരി, ഒരു കാര്യം ചെയ്യാം. സംശയം എന്താന്ന് വെച്ചാ അത് എന്നോട് ചോദിക്കാം. എന്ന് ചോദിക്കട്ടെ? ചോദിക്കാം. ഞാനേ ഏതെങ്കിലും ഒരു ആശ്രമത്തിലേക്ക് പോയാലോ എന്ന് ആലോചിക്കാം. എന്തിന്? ആശ്രമത്തിലേക്ക് പോകുന്ന എന്തിനാ? ജീവിതത്തിലെ മോഹങ്ങളൊക്കെ അവസാനിപ്പിച്ച് സന്യാസ ജീവിതം നയിക്കാൻ തന്നെ. എനിക്ക് അങ്ങനെയുള്ള ജീവിതമാണ് വിധിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു മാഡം. ഒരു കണക്കിന് അത് തന്നെ നല്ലതും. ആ, പിന്നെ അങ്ങനെ ഒരു തീരുമാനമൊന്നും മോളെടുക്കേണ്ട കാര്യമില്ല. ഒരു ആശ്രമത്തിലും പോകേണ്ട കാര്യവുമില്ല. മോളുടെ കൂടെ കൃഷ്ണൻ എപ്പോഴും ഉണ്ട്. ഭക്തിയും നന്മയും തികഞ്ഞൊരു ജീവിതം നയിക്കുന്നതിൽ ആശ്രമത്തിൽ പോകണമെന്നൊന്നുമില്ല. മോൾ ഇങ്ങനെ തന്നെ ഒന്ന് മുന്നോട്ട് പോയാൽ മതി. അല്ല മാഡം, കാലം നിനക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന എന്തൊക്കെയാന്ന് നിനക്കറിയില്ല കുട്ടി. മാഡത്തിനറിയോ? എനിക്കറിയാം, എനിക്ക് നന്നായിട്ടറിയാം. അല്ല, ഇപ്പൊ നിന്നെ വിളിച്ചത് എന്തിനാന്നറിയോ? ഇല്ല. നാളെ കുറച്ച് നേരത്തെ സ്കൂളിലെത്തണം. എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. എന്താ മാഡം? അതൊക്കെ വന്നിട്ട് പറയാം. ഇനി ആശ്രമചിന്ത ഒന്നും വേണ്ട, കേട്ടല്ലോ? കേട്ടു. അപ്പോ നാളെ നേരത്തെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മാഡം.